എന്താണ് രഞ്ജിത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത? ഇന്നലെ നമ്മൾ രാത്രി വൈകിയും കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡാണ്. നദീറയുടെ ഭർത്താവിന് EDയുമായി ഇത്തരം ഇടപാടുകൾ ഫാരിസുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ഉണ്ട് എന്നുള്ള പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നിരവധി രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ ഫാരിസ് അബൂബക്കറിന് വേണ്ടി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ കൊച്ചിയിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം CPM-നെതിരെ ആയിരുന്നു ഫാരിസിന്റെ കാര്യത്തിൽ ആരോപണം. ഇപ്പോൾ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ്. അവരുടെ മറുപടി എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, സർക്കാരിനെതിരായ തുടർ പ്രതിഷേധം KPCC ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ നിയമസഭയിലൊക്കെ കണ്ട വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ UDF-ന്റെ നേതൃയോഗത്തിലെ ധാരണ എന്താണ്, ഏത് രീതിയിലായിരിക്കും സമരം മുന്നോട്ട് കൊണ്ടുപോകുക, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച ആളെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞത് പ്രതിയുടെ അടുത്ത് വരെ എത്തി, പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ആളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ദുഃഖവാർത്ത കൂടിയുണ്ട്. കാരണം പഞ്ച് ചെയ്ത് മുങ്ങുന്നവരെ പിടികൂടാനുള്ള ആക്സസ് കൺട്രോൾ സംവിധാനം ഒരുക്കാൻ പോകുന്നു. ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പിനെ മറികടന്നാണ് ഈ സംവിധാനത്തിലേക്ക് എത്തുന്നത്. അത് ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ട് കഴിഞ്ഞു. അത് അവർക്ക് അത്ര സുഖകരമായ വാർത്തയല്ല. മറ്റൊന്ന്, ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിലേക്ക് സൂര്യ എന്ന കുങ്കിയാന ഇന്നലെ പുറപ്പെട്ടു. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ രതീഷ് വാസുദേവൻ നമുക്ക് നൽകിയത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ സൂര്യയും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്, മറ്റ് കുങ്കിയാനകൾ അങ്ങോട്ടേക്ക് എത്തും. ഒപ്പം ഈ ലോ കോളേജിലെ സംഘർഷമാണ്. അതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നൊരു പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള, സമഗ്രമായി തന്നെ വാർത്തകൾ നൽകാൻ കഴിയുന്ന, ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്ത്, ഇന്നൊരു പക്ഷേ വാർത്തകളുടെ കേന്ദ്രം തിരുവനന്തപുരമായിരിക്കും. ഒപ്പം കൊച്ചിയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ നൽകും. അങ്ങനെ നമ്മുടെ സന്തോഷ് ഈപ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊച്ചിയിൽ നൽകും. കോഴിക്കോട് ഫാരിസുമായി ബന്ധപ്പെട്ട വാർത്തകളും നമുക്ക് ഒരുപാട്, ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. വിനോദ വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യയും ഡാനി പോളും S വിനേഷ് കുമാറുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്. ആദ്യം ഐശ്വര്യയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുള്ളത് തെക്കൻ കുരിശുമലയിലാണ്. ഇവിടെ തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഒരു വാർത്താ സജീവമായ വാർത്താ ദിനവും ആശംസിക്കുന്നു. ഇന്ന് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഒരു വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് തലസ്ഥാനം തന്നെയാണല്ലോ. ഇന്നലത്തെ റെയ്ഡിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് DCC സെക്രട്ടറിയുടെ വീട്ടിലെ റെയ്ഡ് ആരംഭിച്ചത്, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന തുടങ്ങിയത്? ഒപ്പം എന്തൊക്കെ ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എന്തെങ്കിലും സ്ഥിരീകരണമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തലസ്ഥാനം വാർത്താ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും സംയുക്തമായ റെയ്ഡാണ്. ആ റെയ്ഡ്, അതായത് ഈ ഫാരിസ് അബൂബക്കറിന്റെ ബെനാമിയാണ് ഈ DCC സെക്രട്ടറി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് അവിടെ ഉണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഈ റെയ്ഡ് ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച റെയ്ഡ് ഇന്നലെ ഏതാണ്ട് വൈകി രാത്രി 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 35 മണിക്കൂർ നീണ്ട റെയ്ഡ്. അത് കൃത്യമായി നമുക്കറിയാം. ഈ വിഷയങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യൽ, അതായത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടാൻ കൂടിയാണ് EDയും ആദായ നികുതി വകുപ്പും എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇരുവരോടും കാര്യങ്ങൾ ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചിയിലെ ഭൂമി ഇടപാടുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകൾ അടക്കം അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പണവും ഈ രേഖകളും ഒക്കെ പിടിച്ചെടുത്ത് 35 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡ് ഇന്നലെ വൈകി 9 മണിക്കാണ് അവസാനിച്ചത്. കൃത്യമായി ആ വിഷ്വൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ സമയത്ത് തന്നെ നമ്മൾ EDയുടെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതികരണം തേടിയിരുന്നെങ്കിലും അവരുടെ ഒരു ശൈലി നമുക്കറിയാം, അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ പോലും
കൃത്യമായി നമ്മൾ ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും 35 മണിക്കൂർ നീണ്ട ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമഗ്ര വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അയൽവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ തേടിയിരുന്നു. അയൽവാസികളടക്കം ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ, അതായത് ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെയും ഭർത്താവ് സുരേഷിന്റെയും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇവർക്ക് പലയിടത്തും തിരുവനന്തപുരത്ത് തന്നെ ഭൂമിയുള്ളതായാണ് ഈ അയൽവാസികൾ പറയുന്നത്. അങ്ങനെ ഒരുപാടധികം ഭൂമിയുണ്ട്, അതെങ്ങനെയാണ് വന്നത് എന്ന തരത്തിലൊരു സംശയം ഈ അയൽവാസികളും പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് EDയും ആദായ നികുതി വകുപ്പും ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ഡിജിറ്റൽ രേഖകളും മറ്റ് രേഖകളും ഒക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. രഞ്ജിത്ത്, അശ്വതി. ഒപ്പം ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ഭർത്താവിനെയാണ് ഇത്തരത്തിൽ റെയ്ഡിൽ ചില രേഖകൾ കണ്ടെടുത്തതെന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ CPM ആണ് ഈ ഫാരിസ് അബൂബക്കറുമായ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് കൂടി മറുപടി പറയേണ്ട സാഹചര്യം ഒരുങ്ങി വരുന്നു. എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ആ വിഷയത്തിൽ സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടോ? സ്വാഭാവികമായും തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ റെയ്ഡ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല. യാതൊരുവിധ വിശദീകരണവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ഈ നിമിഷം വരെയും അത് ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഇതിൽ കോൺഗ്രസിന് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിരോധത്തിലായിട്ടുണ്ടോ, ഏത് രീതിയിൽ ഈ വിഷയത്തെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വിശദീകരണം നമ്മൾ ആരായും. അതിനുശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.